കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ്റെ മകൾ എന്ന നിലയ്ക്ക് പത്മജയ്ക്ക് കോൺഗ്രസിനുള്ളിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ എന്ന പദവി. പക്ഷേ അത് കളഞ്ഞു കുളിച്ചാണ് പത്മജ BJPയിലേക്ക് ചാടിപ്പോയത്. ഒടുവിൽ അവിടെ ചെന്ന് ഒരാഴ്ചയായപ്പോഴേക്കും പത്മജ സമ്മതിച്ചു ഒരു കഴിവുമില്ലാത്തയാളാണ് താനെന്ന്. ഫേസ്ബുക്കിലാണ് പത്മജ തൻ്റെ കഴിവുകേടിനെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചതും. 2 ദിവസമായി ഞാൻ നല്ലവണ്ണം ചീത്ത കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരു വിഷമവും തോന്നാറില്ല എന്ന് തുറന്നടിക്കുന്നു പത്മജ. കാരണം കോൺഗ്രസിനുള്ളിൽ ഇതും ഇതിലപ്പുറവും ഞാൻ അനുഭവിച്ചു വന്നതാണ്. ഇതോടെ പത്മജയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി പ്രവർത്തകർ ഉയർത്തുന്നതും. പത്മജ കോൺഗ്രസ് വിട്ടിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു. പത്മജ തിരികെ കോൺഗ്രസിലെത്തുമെന്നും പ്രതീക്ഷ കൈവിടാത്ത ഒരുപറ്റം കോൺഗ്രസ്സുകാരുണ്ട്. പത്മജ കാരണം കോൺഗ്രസിൻ്റെ പാരമ്പര്യവും അഭിമാനവും ഇല്ലാതാകരുത് എന്ന് നിർബന്ധമുള്ളവർ. ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് BJPക്കുള്ളിൽ പത്മജ വന്നതിൽ BJP സംസ്ഥാന ഘടകമോ അത്ര തൃപ്തരൊന്നുമല്ല. സുരേഷ് ഗോപി വഴി ഡൽഹിയിലേക്ക് കെട്ടിയിറങ്ങിയതാണ് ഈ പത്മജ. സംസ്ഥാന ഘടകത്തിന് വിവരം ലഭിക്കുന്നത് അവസാന വേളയിൽ മാത്രം. അതുകൊണ്ട് തന്നെ തിരികെ വരാൻ കോൺഗ്രസ് പത്മജയ്ക്ക് മുന്നിൽ ഇതുവരെ വാതിലുകൾ കൊട്ടിയടച്ചിട്ടുമില്ല. പത്മജ പാർട്ടി വിട്ടത് അവർക്ക് ഗുണം ചെയ്തുവോ എന്ന് ഒരു വട്ടം കൂടി ആലോചിക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗം പ്രവർത്തകർ ഉന്നയിക്കുന്നു. എല്ലാം കഴിഞ്ഞ ആഴ്ച വരെ പത്മജ എന്ന കോൺഗ്രസ് നേതാവിനെ ആരാധനയോടെ നോക്കിക്കണ്ടവർ. കെ കരുണാകരനും കെ മുരളീധരനും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയപ്പോഴും ആ കോൺഗ്രസ് കുടുംബത്തിൽ ഉറച്ചു നിന്ന പത്മജ, ആ പത്മജ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇതാണ് അതിരൂക്ഷ വിമർശനം. എന്തുകൊണ്ട് നിങ്ങൾ അന്ന് കോൺഗ്രസിനൊപ്പം നിലപാടെടുത്തെന്ന് ചിന്തിക്കേണ്ട ഏറ്റവും ഉചിതമായ സമയമാണിതെന്ന് പ്രവർത്തകർ പത്മജയെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അച്ഛനും സഹോദരനും തെറ്റിദ്ധരുത്തി കോൺഗ്രസിലെത്തി. പക്ഷേ ഇന്ന് നിങ്ങൾ കൂട്ടുകൂടിയിരിക്കുന്നത് രാജ്യദ്രോഹികളുടെ ഒപ്പമാണെന്ന് കുറഞ്ഞ പക്ഷമെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്നീ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയെ പറ്റി തനിക്ക് കൂടുതൽ അറിയില്ല എന്ന് പത്മജ കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തു. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ കൂടിച്ചേരലെന്ന് സംശയത്തിന് ഇട നൽകുന്നുവെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കാലങ്ങളായി പത്മജ പൊതുസമരവേദിയിലോ വർക്ക് അറ്റ് ഹോം പൊളിറ്റിക്സിൽ നിന്നും ഒരു മീഡിയയിലേക്കോ ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അത്തരമൊരു ശീലമോ പരിചയമോ പത്മജയ്ക്കില്ല. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയിരുന്നു. പരമാവധി സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് പാർട്ടി നൽകിയിട്ടുണ്ട്. പത്മജയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ ഇനിയും തുടരുകയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയുടെ ദുഷ്ടലാക്കൽ അവരുടെ അടിച്ചുതളിക്കാരുടെ റോളിൽ വെറും കറിവേപ്പിലായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങളുടെ അച്ഛനെ അപമാനിക്കാൻ അച്ചാരം വാങ്ങിയിരിക്കുന്ന ഒരു മകളെ നിങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു. ലീഡറുടെ മകളെന്ന യോഗ്യതയില്ലാതെ മറ്റൊന്നും കൈമുതൽ ഇല്ലാതിരുന്നിട്ടും പാർട്ടി നിങ്ങളെ പരിഗണിച്ചില്ലേ? അത് നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നതിലും എത്രയോ മടങ്ങാണ്. ഇത്ര രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞ നിങ്ങൾക്ക് പാർട്ടി അനേകം പദവികൾ നൽകിയിട്ടും പാർട്ടി നിങ്ങളെ പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് ഇപ്പോൾ വിലപിക്കുന്നത് ആത്മവഞ്ചനയല്ലേ എന്ന് പ്രവർത്തകർ ചോദിക്കുന്നു. BJPക്കൊപ്പം പോകാൻ ഒരു കാരണമൊത്തു വരാൻ കുറച്ചു കാലമായി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നതല്ലേ സത്യം. BJPയെ കോൺഗ്രസും CPMും ഒക്കെ പോലെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധത്തിൽ LKG നിലവാരം പോലുമില്ല എന്നാണ് അർത്ഥം. ഇതൊക്കെയാണ് പത്മജയ്ക്കെതിരെ വന്ന പോസ്റ്റുകളിൽ അല്പമെങ്കിലും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നവ. അല്ലാത്ത എത്രയോ എണ്ണം കോൺഗ്രസ്സുകാർ ഓരോ ദിവസവും പടച്ചു വിടുന്നുമുണ്ട്. BJP പ്രവേശനത്തിൻ്റെ പേരിൽ സഹോദരി പത്മജ വേണുഗോപാലിനോട് കൊമ്പുകോർത്ത് തന്നെ തുടരുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പത്മജയ്ക്ക് പാർട്ടി ഒട്ടേറെ അവസരങ്ങൾ നൽകി. പക്ഷേ അതെല്ലാം മറന്നാണ് ഈ BJP പ്രവേശനമെന്നാണ് മുരളി ഇന്നും പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധികാരനായിരുന്ന കെ കരുണാകരൻ്റെ മക്കളിങ്ങനെ നേർക്കുനേർ നിൽക്കുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേട്ടങ്ങൾ ഇങ്ങനെയാണ്. കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന മുകുന്ദപുരത്താണ് പത്മജ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഹരിശ്രീ കുറിച്ചത്. കന്നിയംഗത്തിൽ പക്ഷേ CPMലെ ലോനപ്പൻ നാമ്പാടനോട് 1,17,097 വോട്ടിന് തോൽക്കാനായിരുന്നു യോഗം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ CPIയിലെ VS സുനിൽകുമാറിനോട് തോറ്റു. 2021 P ബാലചന്ദ്രനോടും തൃശ്ശൂരിൽ പത്മജ തോറ്റു. ഇത്രയേ ഉള്ളൂ പത്മജയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ. എന്നാൽ കെ മുരളീധരനോ? ഇതുവരെ 12 തിരഞ്ഞെടുപ്പുകളാണ് മുരളീധരൻ നേരിട്ടത്. 7 തവണ ലോക്സഭയിലേക്കും 5 വട്ടം നിയമസഭയിലേക്കും. കോൺഗ്രസ്, പിന്നെ ഡെമോക്രാറ്റിക്, ഇന്ദിരാ കോൺഗ്രസ്, DIC, NCP എന്നിങ്ങനെ 3 പാർട്ടികളിലായിട്ടായിരുന്നു മുരളീധരൻ്റെ യുദ്ധങ്ങൾ. ഇതിൽ 6 മുരളീധരൻ ജയിച്ചു, 6 തോറ്റു. പത്മജയാകട്ടെ 2 വട്ടം നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചു, തോറ്റു. 3 വട്ടവും പത്മജ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത്. പക്ഷേ 1 തവണ പോലും ജയിക്കാനായില്ല. പാർട്ടി ഏറെ കിണഞ്ഞ് പരിശ്രമിച്ചു പത്മജയെ 1 വട്ടമെങ്കിലും ജയിപ്പിക്കാൻ. പക്ഷേ സാധിച്ചില്ല.
കാരണം വോട്ടർമാർ അങ്ങനെയാണ്, പ്രവർത്തകർ അങ്ങനെയാണ്. അവർക്ക് കൂടി തോന്നണം ഇതൊരു കോൺഗ്രസിൻ്റെ നേതാവാണെന്ന്. അവിടെ തന്നെയാണ് പത്മജ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരാജയവും. പത്മജ വെറുമൊരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. അച്ഛൻ്റെ തണലിൽ നേതാവായി. പക്ഷേ അണികൾ, പ്രവർത്തകർ പത്മജയെ ഒരു നേതാവായി അന്നുമിന്നും അംഗീകരിച്ചിട്ടേയില്ല.